ഇന്ന് നമ്മുടെ 89ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ വീണ്ടും ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ പലരും എന്നോട് വഴി വെച്ച് എങ്ങനെയാണത് പ്രൊഫഷണൽ മോഡ് ആക്കുന്നതെന്നൊക്കെ ബൈക്കൊക്കെ നിർത്തിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ വലിയവരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ചിലർ നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടും പ്രൊഫഷണൽ മോഡ് വരുന്നില്ല. കാരണം ഞാൻ പിന്നെയാണ് അറിയുന്നത് അവരുടെ അത് പ്രൈവറ്റാണ്. ചെയ്ത് വെച്ചേക്കുന്ന ഫേസ്ബുക്കിൻ്റെ ഇത് പ്രൈവറ്റാണ്, അല്ലാതെ പബ്ലിക്കിലല്ല അവർ പബ്ലിക്കാക്കണത്. രണ്ടാമത് നിങ്ങൾ ഈ പ്രൊഫഷണൽ മോഡ് ആക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഗ്രീൻ ടിക്ക് വീഴണം അതിനകത്ത്. ഇവർ പ്രൊഫൈൽ ഈസ് ഏണിങ് ടു മണി എന്നും പറഞ്ഞ് കാണിക്കണമെങ്കിൽ അത് ഗ്രീൻ ടിക്ക് വീഴണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വലിച്ചു വാരി എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗൺലോഡ് ആക്കി ഇട്ടാലൊന്നും അതൊക്കെ അവർക്കറിയാം. അവരുടെ 10,000 കണക്കിന് പേരിരുന്നും കമ്പ്യൂട്ടറൊക്കെ അത് ചെക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ AI എന്നും പറഞ്ഞ സിസ്റ്റമൊക്കെ ഉണ്ട്. അപ്പം അവരെല്ലാം ചെക്ക് ചെയ്യുന്നതാണത്. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ എന്തെങ്കിലും കണ്ടൻറ്റുകൾ മാറ്റാൻ അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് ആ കണ്ടൻറ്റുകൾ. കാരണം കോപ്പിറൈറ്റുള്ള കണ്ടൻറ്റായിരിക്കും അതെടുത്ത് മാറ്റാൻ പറയുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഇത്ര രാജ്യത്തിൽ പല ചൈനയിലൊന്നും നമ്മുടെ ഫേസ്ബുക്ക് ഇല്ലല്ലോ. അപ്പം പക്ഷേ ഫേസ്ബുക്ക് ഉള്ള ജില്ലകളിൽ ചില കൺട്രീസിൽ ഇതൊന്നും അലൗഡ് അല്ലാത്ത കൺട്രീസുണ്ട്. അപ്പം ചില ടെറിട്ടറീസ് എന്ന് കാണിക്കും അവർക്ക് പറ്റാത്തത്. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇവരുടെ ടേംസ് ആൻഡ് റെഗുലേഷൻസിന് പറ്റാത്ത സംഭവങ്ങൾ എടുത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എല്ലാം ഫേസ്ബുക്ക് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളുടെ മുകളിലെ മണി പോലുള്ള ഇതിനകത്ത് നിങ്ങൾക്ക് കാണിക്കും ഇന്ന ചെയ്യണമെന്ന്. നിസ്സാരമായിട്ട് എടുക്കരുത് അതെല്ലാം കണ്ടിട്ടെല്ലാം കളയുക. പിന്നെ നിങ്ങൾ ഈ വല്ലയിടത്തും പോസ്റ്റ് ചെയ്യുമ്പം നിങ്ങളോട് പറയും 18 മിനിറ്റ് 30 സെക്കൻഡ് ഒക്കെ മ്യൂസിക് ചേർക്കാമെന്ന്. സത്യത്തിൽ 9 സെക്കൻഡ് മറ്റൊരു പാട്ടോ മ്യൂസിക്കോ ചെയ്യാനൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇവിടുത്തെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കബീറിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഞാൻ ചെയ്തു. അത് 60,000 പേര് 2 മാസം ഞാൻ കണ്ടത്. പക്ഷേ അത് കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിലിട്ടിട്ട് 2,000-3,000 പേരെ കണ്ടുള്ളൂ. കബീറിൻ്റെ ഇതിലിട്ടിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തതല്ല പൈസ കൊടുത്തത്, അല്ലാതെ തന്നെ 60,000 പേരുടെ അടുത്ത് കണ്ടിട്ടുണ്ടത്. പക്ഷേ കോപ്പിറൈറ്റ് അടിച്ചു. കാരണം ഞാൻ എന്തിഷ്ടമാണ് എനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണ് എനിക്കെന്നോ എന്നുള്ള ഒരു പാട്ട് ഞാൻ 30 സെക്കൻഡേ ചേർത്തിട്ടുള്ളൂ. കാരണം അത് ഹെലിക്യാമാണ് ആ 3 ഷോട്ടിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചത്. ഹെലിക്യാം ഷോട്ടിലാണ് 3 ഷോട്ട് ആ സമയമേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് അടിക്കും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് വെച്ച് ഇങ്ങനെയൊന്നും ചെയ്താലൊന്നും പ്രൊമോട്ടാകില്ല. കാരണം നമ്മളെന്തെങ്കിലും ഏതൊരു ഇതിൽ കണ്ട പോലെ നമ്മളെന്തെങ്കിലും ജോലി ചെയ്താലേ നമുക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലും നമുക്ക് ചുമ്മാ തരുമോ? അതുകൊണ്ട് ഫേസ്ബുക്ക് കൊടുക്കാൻ തയ്യാറാണ്. വാരിക്കോരി പലർക്കും പൈസ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു $100 ആകുമ്പോഴാണ് ഇവർ ഇത് ചെയ്യുന്നത്. $100 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എത്ര കാലം പോയാലും അത് ഉപയുക്തമാവും. പിന്നെ രണ്ടാമത് ആലോചിക്കുക, ഇന്ന് നിങ്ങൾക്ക് ഓൺലൈൻ മാധ്യമങ്ങളെ ആശ്രയിക്കാതെ ഭയങ്കര അഡ്വാൻസ്ഡാണ്. ഞാനൊക്കെ ഫിലിം ഷൂട്ടിൽ പഠിച്ച കാലത്ത് ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ പ്രാഥമിക രൂപം ഏതാണ്ട് മഹാഭാരതത്തിനൊക്കെ വന്ന ഈ ശകുനി കഴിച്ച പകിടയുടെ ഏതാണ്ടൊരു സംഭവമാണ് ആദ്യം കമ്പ്യൂട്ടർ എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അതിൻ്റെയൊക്കെ ഒരു വകഭേദമായിട്ടൊക്കെ ഉണ്ടായ സാധനമാണിത്. അന്ന് 2 ചാനലേ ഉള്ളൂ, ഏഷ്യാനെറ്റും ദൂരദർശനും. അന്ന് കുറച്ച് 5-10 സ്റ്റുഡിയോ ഉള്ളു കേരളത്തിൽ. ഇന്ന് മുക്കിന് സ്റ്റുഡിയോസ് ഉണ്ട്. ഇന്ന് ഇന്ന് ദാവിഞ്ചിയല്ല അതിനേക്കാൾ വലിയ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. അന്നിങ്ങനെ കറക്കി എഡിറ്റ് ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ പഠിച്ചില്ല. ഞാൻ ഈയിടയ്ക്ക് AI കുറിച്ച് മനസ്സിലാക്കിയപ്പം ഞാൻ അത് പഠിക്കാൻ ഈ പ്രായത്തിൽ ഞാൻ എറണാകുളത്ത് 5 ഇടത്ത് കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അവിടെ ഒന്നും AI മൂവി ചെയ്യാൻ അവർക്ക് പഠിപ്പിക്കാൻ അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെ അഡ്വാൻസിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ പല കുഞ്ഞു ആൾക്കാരും മൊബൈലിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ഫേസ്ബുക്കിൽ ചിലവഴിച്ചിരിക്കണം. അങ്ങനെയൊക്കെ നിയമമുണ്ട്. പിന്നെ നിങ്ങൾക്കിരുന്ന കമൻറ്റിനെല്ലാം തിരിച്ച് റിപ്ലൈ കൊടുക്കണം. നിങ്ങൾ ഇത്ര നേരം ലൈക്ക് കൊടുക്കണം. ഇതൊക്കെ ഫേസ്ബുക്കിൻ്റെ റെഗുലേഷൻസാണ്. അപ്പം രണ്ടാമത് നിങ്ങൾ
നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്താലേ ഇങ്ങോട്ട് ആരെങ്കിലും ഫോളോ ചെയ്യുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാലേ ഇങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയുള്ളൂ, അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ ആരൊരു ലൈക്ക് ഇടുന്നവർക്ക് അധികം കൊടുക്കണ്ട. ലൈക്ക് ഇടുന്നവർ ചുമ്മാ ഒരു ലൈക്ക് ഇട്ടു പോകും. പക്ഷേ കമൻറ്റ് ഇടുന്നുണ്ട്, അവർക്ക് മസ്റ്റായിട്ട് അതെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊഫഷണൽ മോഡ് ഓണാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. ഇത്ര മണിക്കൂറെങ്കിലും നിങ്ങൾ ഫേസ്ബുക്കിൽ ചിലവാക്കണം. നിങ്ങൾ ഈ ഡാൻസും പാട്ടും കൂത്തും ഇൻസ്റ്റയിൽ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് 1 മിനിറ്റ് വീഡിയോ ഉണ്ട്, 3 സെക്കൻഡ് വീഡിയോ ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ പാട്ടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പിന്നെ വേറൊരാൾ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ ഇട്ടിട്ട് നിങ്ങളിങ്ങനെ കാത്തിരിക്കും. അതൊന്നുമല്ല. അതിന് ജോലി ചെയ്യണം. ജോലി ചെയ്യാതെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രേമമോ ചാറ്റിങ്ങോ മറ്റ് ചിലരുണ്ട് ഫേസ്ബുക്ക് തുടങ്ങുന്നതും ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നതും അവരുടെ ആരും അറിയാതെ അവരുടെ ലവ് പാസ് ചെയ്യാനാണ്. അവനുള്ള ഇത് അവളിടും, അവൾക്കുള്ളത് അവനിടും, അത് മെസ്സഞ്ചറിലിടും, ടെലഗ്രാമിലിടും. അതൊന്നും കുഴപ്പമില്ല. കാരണം മനുഷ്യനായാൽ ഈ സ്നേഹവും പ്രേമവും എല്ലാം കൊടുത്തിട്ടുള്ളേ, അതൊന്നും തെറ്റല്ല. പക്ഷെ നിങ്ങൾക്ക് ചിലവാക്കാവുന്ന കുറച്ച് സമയമുണ്ട്. ഒരു 1.5 മണിക്കൂർ ഇതിന് വേണ്ടി ചിലവാക്കാം. ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതൊക്കെ മാനുഷികമാണ്. അത് മനുഷ്യൻ അതിനാണല്ലോ. ആണ് മാത്രം ജനിച്ചിരുന്നേ എന്ത് ചെയ്തതിന്, പെണ്ണ് മാത്രം ജനിച്ചിരുന്നേ ഇതിനു വേണ്ടിയാണ് സ്നേഹവും പ്രേമവും. അതിനൊന്നും പഠിത്തം എല്ലാം പോയിട്ട് നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ ചിലവാക്കാം. നിങ്ങൾക്ക് ആ ചിലവാക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. നിങ്ങളത് കറക്റ്റ് ചെയ്തിരിക്കണം. എത്ര പ്രായമുള്ളവരും ഞാൻ പറഞ്ഞില്ലേ, 70 വയസ്സുകാർക്കും ചെയ്യാം, 10 വയസ്സുള്ളവർക്കും ചെയ്യാം. ചില കുഞ്ഞുങ്ങളൊക്കെ എത്ര നല്ല പോലെയാണ് റീൽസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർന്ന് ആ റീൽസിൻ്റെ തീം നിങ്ങൾക്ക് അടിച്ചു മാറ്റാം. എന്നിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് മൊബൈൽ മതി എഡിറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ മൊബൈൽ മതി. അല്ലാതെ ക്യാമറമാനൊന്നും വിളിച്ച് ചെയ്യണ്ട. നിങ്ങൾക്ക് ഇൻഷോട്ടിൽ വിഎനിൽ ഇത് എഡിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ. നിങ്ങൾക്ക് മ്യൂസിക് ഫ്രീ ആയിട്ട് കിട്ടും. അത് ഇതിനകത്ത് മ്യൂസിക്കുകൾ ഇൻഷോട്ടിലൊക്കെ ഫ്രീ ഉണ്ട്, വിഎനിലൊക്കെ ഫ്രീ ഉണ്ട്. അതൊന്നും കോപ്പിറൈറ്റ് ഉള്ളതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യേണ്ട കുറേ ഇത് എല്ലാം ഫേസ്ബുക്കിൽ എഴുതി കാണിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കുക എന്തൊക്കെയാണ് ഫേസ്ബുക്കിന് വേണ്ടത്. അന്നേരം അവർ യൂട്യൂബിലേക്ക് അത് കണക്ട് ചെയ്യും. കാരണം യൂട്യൂബിൽ ഓരോന്നും പറയുന്നുണ്ട്. ഇവരെല്ലാം പല യൂട്യൂബേഴ്സും പറഞ്ഞ് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പറയും ഇതിൽ വാട്സപ്പ് ചെയ്യാൻ. കാരണം ബാക്കിക്ക് പൈസ കൊടുക്കണം. ആ പൈസയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ ഞാൻ തന്നെ ഓരോന്ന് മാത്രമല്ല, ഈ ഒരു 3 മാസമൊക്കെ കൂടുമ്പം അപ്ഡേറ്റ് ചെയ്യണം ഈ ഫേസ്ബുക്കൊക്കെ. അതവർ പറയും അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമാണ് നോക്കുക. നിങ്ങൾ കറക്റ്റ് ഒന്ന് എടുത്ത് നോക്ക്. പ്ലേ സ്റ്റോറിൽ എടുത്ത് നോക്കുമ്പോഴത്തേനും അപ്ഡേറ്റ് എന്ന് പറയും. അത് അപ്ഡേറ്റ് ചെയ്യണം. കാരണം ആ സമയമായി. നിങ്ങൾക്ക് ഏറ്റവും പുതിയ വേർഷൻസ് നിങ്ങൾക്കറിയാം. ഒരു ക്യാമറ 3 മാസം മുമ്പ് കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മൊബൈൽ മാറുന്നില്ലേ, മൊബൈലിൻ്റെ ഇത് കൂടുന്നത്. നിങ്ങൾ ഇതാക്കണം. അങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങൾ. അല്ലാതെ നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇപ്പം മറ്റ് യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലും ഒക്കെ എല്ലായിടത്തും ഇവരിത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുക. ഈ ടെക്നോളജി വെച്ചാണ് ഈ ചൈന ഇത്രയും സാമ്പത്തികമായിട്ട് വളരുന്നത്. ഇന്ത്യ അത് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പലകാലം യുദ്ധത്തിൻ്റെ കാര്യം അറിയത്തില്ലേ. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ ടെക്നോളജിയാണ് നമ്മളെ പിടിച്ചു നിർത്തിയത്. നമ്മുടെ സൈന്യങ്ങൾ പോയി മരിക്കുകയോ കൊല്ലുകയോ അല്ല ചെയ്തത്. അതാണ് ഈ ടെക്നോളജിയാണിന്ന്. ഈ ടെക്നോളജി നിങ്ങൾക്ക് ഒരിക്കലും ഓൺലൈൻ ഇതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനൊക്കില്ല. നിങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാം, നല്ല ഉപയോഗം ചെയ്യാം. നിങ്ങൾ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും പഠിക്കാൻ മൊബൈലല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ എന്തൊക്കെ അറിയാം. അത് നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. എന്നോട് ഞാൻ വലിയ സിനിമാക്കാരനെന്നുള്ളത് തെറ്റുകാരനായിരിക്കും, അങ്ങനെയൊന്നുമല്ല. എന്നോട് പലരും അമ്മ സംഘടനയുടെ നമ്പറുകൾ, ചിത്രാഞ്ജലിയുടെ നമ്പർ, ചില മന്ത്രിമാരുടെ നമ്പറുകൾ ഒക്കെ എന്നോട് പല കാര്യങ്ങളും ചോദിക്കും. പക്ഷെ ഞാനതെല്ലാം 1 മണിക്കൂറിനകം കൊടുക്കും. കാരണം ഇതെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അവർക്കതല്ല. എന്നിട്ട് അവർ പറഞ്ഞു, അയ്യോ ജോസിന് എന്നാ ബന്ധങ്ങളാണ്. എനിക്ക് എന്നാ ബന്ധമൊക്കെ ഉണ്ട്. വേറൊരാളെ വിളിച്ച് ചോദിച്ച് അവൻ വേറെ അന്വേഷിച്ച് അങ്ങനെയൊക്കെ എനിക്ക് എല്ലാ ബന്ധങ്ങളും ഉണ്ട്. നമുക്കങ്ങനെ കോൺടാക്ട് ചെയ്താൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കോൺടാക്ട് ചെയ്യാം. പക്ഷേ ഇതെല്ലാം കോൺടാക്ട് ചെയ്യാനുള്ള, അമേരിക്കൻ പ്രസിഡൻറ്റിനെ കോൺടാക്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻ വരെ നമ്മുടെ ഗൂഗിളിലുണ്ട്. അതിനെന്താണ് സോഴ്സ് എന്നുള്ള എല്ലാം തരുമ്പോഴാണ് നമ്മൾ ഈ എന്നതാ ഒരു 25 കൊല്ലം മുമ്പ് നമ്മുടെ ഇന്ത്യ ഇപ്പോഴാണ് നമ്മുടെ ഇന്ത്യ ഒരു 2025 ജീവിക്കാൻ തുടങ്ങിയത്. പല രാജ്യങ്ങളും 2050 നമ്മൾ 2030 ഉള്ളൂ. ചില രാജ്യങ്ങളും ചില മനുഷ്യരും നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യർ പോലും ഏകദേശം
1500 ജീവിക്കുന്ന മനുഷ്യരുണ്ട്, എനിക്കറിയാം. 2000 ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ ബുദ്ധിയുടെ അവരുടെ അഡ്വാൻസ്ഡായിട്ട് ഉള്ള ചിന്താഗതിയിലും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യണം. ഈ ഫേസ്ബുക്കിനെ പ്രൊഫഷണൽ മോഡാക്കണം. പ്രൊഫഷണൽ മോഡാക്കണമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് 6000 ഫോളോവേഴ്സും 5000 ഫ്രണ്ട്സൊക്കെ ഉള്ളവർക്ക് ഇതുവരെ പ്രൊഫഷണൽ മോഡാകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത്. അവർ പ്രൈവറ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് അവരുടെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം ഇതൊക്കെ അത് പ്രൊഫഷണൽ മോഡാക്കിയിട്ട് അതിനകത്ത് കോപ്പിറൈറ്റുള്ള എല്ലാ സംഭവങ്ങളും, അതായത് രാജ്യദ്രോഹപരം എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. ഇനി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ രാജ്യദ്രോഹം കണ്ട് രാജ്യദ്രോഹമൊന്നും ഞാനിന്നൊരു ചെയ്ത് ഒന്നും ഇട്ടില്ല. പക്ഷേ ഞാനൊരു ചെറിയ സംഭവത്തിൽ എന്തോ ട്രംപിനെ ഞാനെന്തോ പറഞ്ഞപ്പം അന്നേരം അത് അവർ അപ്ലോഡ് ചെയ്തില്ല അവരത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റമല്ല പറഞ്ഞത്, അത് കാരണം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ട്, ഞാൻ വേടനെക്കുറിച്ച് എന്തോ പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെ ഇച്ചിരി എന്തോ വേടനെ പറഞ്ഞതല്ല, വേറെന്തോ ഒരു സംഭവത്തിൽ പറഞ്ഞ് 2 പ്രാവശ്യം തന്നെ, ഒരെണ്ണം 2 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു എന്തോ പറഞ്ഞത്. അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരത് വാണിംഗ് തരും, നമ്മളത് അനുസരിച്ചാൽ മതി. അവരുടെ എല്ലാ ഇതിനും നമ്മൾ കാരണം ഞാൻ ഇതുകൊണ്ട് പറയുന്നൊന്നുമല്ല, എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. കാരണം ഇതിന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. നിങ്ങൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഒരു പോസ്റ്റെങ്കിലും ഇടണം. അത് ഇന്ത്യയിലാണെങ്കിൽ രാവിലെ 7 മണിക്കും വൈകുന്നേരം 7 മണിക്ക് ഇടുക. കാരണം എല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്ന സമയമാണ് വൈകുന്നേരം 7 മണി. രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വൈകുന്നേരം 7 മണി അമേരിക്കയിൽ ഏകദേശം കൃത്യം പകൽ 7 മണിയാണ്. അവർ ആ സമയത്ത് ഇരുന്ന് കാണും, ഇവിടെയും കാണും. പരസ്യം കൂടുതൽ കിട്ടുന്ന അവിടെ നിന്നായിരിക്കും ഇത് മോണിറ്റൈസേഷൻ ആയാൽ. അതുപോലെ തന്നെ ഇന്ത്യയിൽ രാവിലെ എണീറ്റിട്ട് എല്ലാവരും ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത്, രാവിലെ എണീറ്റ് മൊബൈൽ നോക്കും, കുറച്ച് ഫേസ്ബുക്ക് നോക്കും. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട് കണ്ടാലോ. രാവിലെ 7 മണിയാണ്, വൈകുന്നേരം 7 മണിയാണ് നല്ലത്. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാതെ ഒരിക്കലും ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ പ്രത്യേകിച്ച് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവരുടെ അത് അടിച്ചു മാറ്റി അവരുടെ ചാറ്റിങ് ഹിസ്റ്ററി, വാട്സപ്പ് ഹിസ്റ്ററി തന്നെ ഏതാണ്ട് ഒരു സംഭവമൊക്കെ ഈ ഇടയ്ക്കുണ്ട്. ചുമ്മാ പറയുന്നതാണ്. ഒരാളുടെ മൊബൈലിൽ നിന്നൊന്നും നമുക്ക് എടുക്കാൻ നോക്കുകയില്ല. അങ്ങനെ എടുക്കണമെങ്കിൽ നമ്മുടെ മൊബൈലിൽ അവരുടെ മൊബൈലിൻ്റെ ഒരു സ്കാനർ, ആ സ്കാനർ കോപ്പി ചെയ്യണം. അവരുടെ ഫോൺ ഓൺ ചെയ്ത് അതിൽ നിന്ന് ആ സ്കാനർ ഒരു കോഡുണ്ട്, ആ കോഡ് കോപ്പി ചെയ്താലേ എന്തോ ഒരു സംഭവം അങ്ങനെയൊക്കെ ചുമ്മാ പറഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യും. ഇതെല്ലാം അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുക. ഒരു സാധനം നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോൺ തരാമെന്ന് പറയുന്ന ഡൗൺലോഡ് ചെയ്യരുത്. നിങ്ങൾക്കത് പഠിക്കാമെന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്തത് നിങ്ങളുടെ നെറ്റും പോവും, നിങ്ങളുടെ പൈസയും പോവും, നിങ്ങളുടെ അക്കൗണ്ട് അവരുടെ കയ്യിലെത്തും, നിങ്ങളുടെ സർവർ ഡീറ്റെയിൽ എത്തും. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഡീറ്റെയിൽ ഒന്നും കൊടുക്കരുത്. കാരണം പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിലും നിങ്ങളുടെ ആധാറും എല്ലാം ലിങ്ക് ചെയ്ത് വെച്ചേക്കാണ്, മൊബൈൽ നമ്പറും എല്ലാം ആയിട്ട്. അതുകൊണ്ട് എല്ലാ ഡീറ്റെയിലും അവർക്ക് എടുക്കാം. അത് അത്രമാത്രം ടെക്നോളജി വളർന്നു. ആ സമയത്ത് നിങ്ങൾ ഈ മൊബൈലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്നറിയാമോ? നിങ്ങളത് ചെയ്യണം. ഇത്രയൊക്കെയാണ് മൊബൈല്. നിങ്ങൾ ഫേസ്ബുക്ക് പ്രധാനമായിട്ട് യൂട്യൂബിൻ്റെയൊക്കെ കൂടുതൽ അഡ്വാൻസായിട്ട് വന്നു. പക്ഷേ അത് ഒരിക്കലും നമുക്കത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതിൽ നിന്നൊക്കെ പണ്ടും കഴിയില്ലായിരുന്നു. പക്ഷേ ഫേസ്ബുക്ക് ഭയങ്കരമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റയിലെ എല്ലാ പോസ്റ്റും സ്വാഭാവികമായിട്ടും ഫേസ്ബുക്കിലേക്കും വരുന്നുണ്ട്. അതും നിങ്ങൾക്കാണ്, അത് റീൽസായിട്ട് വരുവുള്ളതേ ഉള്ളൂ, 1 മിനിറ്റിൻ്റെയൊക്കെ. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരുപാട് അവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരാനായിട്ട്. അപ്പം ഇത് നമ്മൾ പറഞ്ഞില്ലേ, അയ്യപ്പൻ സാറ്, അതായത് ഏറ്റവും ദരിദ്രമായി മരിച്ച ഒരു മഹാകവിയാണ് അയ്യപ്പ സാറിനോട് ചോദിച്ചു ഒരു ഇൻ്റർവ്യൂവിൽ, നിങ്ങൾ മദ്യപിക്കുമെന്ന് കേട്ടല്ലോ വഴിയിൽ നടക്കുമ്പോൾ പോലും. അത് തിരിച്ചു ചോദിച്ചു, എൻ്റെ വരികൾക്കോ എൻ്റെ കവിതകൾക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നേ ചോദിച്ചുള്ളൂ. അതുപോലെ നിങ്ങൾ മറ്റൊരാൾ പറയുന്നതും കേൾക്കണ്ട, ആര് പറയുന്നതും കേൾക്കണ്ട, നിങ്ങളെക്കുറിച്ച് നോക്കുക. നിങ്ങൾക്കൊക്കെ ഒരുപാട് കഴിവുള്ള ജനറേഷനാണ്. ഞാൻ 7 വയസ്സുള്ള സ്നേഹക്കൂടം എന്ന് പറഞ്ഞാൽ നിഷാദെന്ന് പറഞ്ഞ മേഡത്തിൻ്റെ ഒരു കോട്ടയത്തൊരു ഈ പ്രായവരെ പാർപ്പിക്കുന്ന ഒരു 200-300 ആളുകളുണ്ട്. അവിടെ ചെയ്യുന്ന റീൽസ് കണ്ടിട്ടുണ്ടോ? അവർ ചെയ്യുന്ന റീൽസിന് എന്ത് ഭംഗിയാണ്. അത് ആർക്കും ചെയ്യാതെ ഏത് പ്രായത്തിലുള്ളവർക്കും. ഇത്രയാണ് ഇത് പറയാനുള്ളത്. ബാക്കി ഓർക്കുമ്പോൾ പറയാം. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.